ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹാലേലുയ. ഇന്ന് നമ്മൾ സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് റൂഹ അഭിഷേക ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം നിങ്ങളുടെ നിയോഗവും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 20-ാം തിരുവചനം. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് ഫരിസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത്. ഹാലേലുയ. ഫരിസേയർ ഈശോയെ സമീപിച്ച് ചോദിക്കുകയാണ്, ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്, അതിനെന്തെങ്കിലും അടയാളമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറയുകയാണ്, ദൈവരാജ്യം വരുന്നതിന് പ്രത്യേകിച്ചൊരു അടയാളവുമില്ല. അതിൻ്റെ തുടർന്നുള്ള വചനം വായിച്ചാൽ അറിയാം, അതാ അവിടെയെന്ന് ഇതാ ഇവിടെയെന്ന് ആരും പറയുകയില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നീതിയും സമാധാനവും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ആ സാഹചര്യം, അതിനാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആ മേഖലയിലെല്ലാം കർത്താവിൻ്റെ വലിയൊരു കരുതലും കരുണയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവരാജ്യ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെല്ലാം മാറിപ്പോട്ടെ, എല്ലാ കെട്ടുകൾ വഴിയട്ടെ, എല്ലാ ബന്ധനങ്ങൾ വഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലും സൗഖ്യവും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബഹുമാനപ്പെട്ട പ്രശാന്തച്ചൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു തന്നിരിക്കുന്ന ഈ കുരിശിൻ്റെ വലിയ സംരക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.